ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم صل وسلم على نبينا محمد. أعوذ بالله من الشيطان الرجيم. وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. وما أعجلك عن قومك يا موسى. قال هم أولئك على أثري وعجلت إليك ربي لترضى. قال فإنا قد فتنا قومك من بعدك وأضلهم السامري. فرجع موسى إلى قومه غضبان آسفا. قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മൂല്യപ്രമാണങ്ങളെ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കാനും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ, അവർ പഠിച്ചതുപോലെ, അവർ അംഗീകരിച്ചതുപോലെ നമ്മളും ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ കലാമിനോട് മഹബ്ബത്ത് വെച്ച് പുലർത്തുവാനുമൊക്കെ ഇത്തരത്തിലുള്ള സദസ്സുകൾ നമുക്ക് ഉപകരിക്കുമാറാകട്ടെ. ഇവിടെ ഹദീസുകളുടെ ഈ ഒരു പശ്ചാത്തലത്തിലെല്ലാം ഇതിൻ്റെയൊക്കെ ആദ്യ ഘടകം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യ നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹ് സന്നദ്ധനാണ്. ഏതാ? വഇന്നീ ലഗഫാർ. ആയത്ത് നോദിക്കുക. ആയത്ത് നല്ല പഠിക്കേണ്ട ഒരു ആയത്താണ്. വഇന്നീ ലഗഫാർ എന്നുള്ള ആയത്തൊന്നും എല്ലാവരും നോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. وإني തീർച്ചയായും ഞാൻ ലഗഫാറുൻ പാപം പൊറുക്കുന്നവനാണ്. പാപം പൊറുക്കുന്നവനാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ 3 പേരുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? അല്ലാഹ് പാപം പൊറുക്കുന്നവനാണ് എന്ന് പറയുന്ന 3 പേരുകൾ. ഗഫൂർ, ഓക്കെ, ഹസൻ. പിന്നെ ഗാഫിർ, ഗാഫിർ. പിന്നെ അൽ ഗഫാർ. ഇത് ആകെ 5 സ്ഥലത്തേ വന്നിട്ടുള്ളൂ. ഗഫാർ എന്ന പേര് 5 സ്ഥലത്തുള്ളൂ ഖുർആനിൽ. അതധികവും വന്നിരിക്കുന്ന 3 സ്ഥലത്ത് വന്നിരിക്കുന്ന അൽ അസീസിൽ ഗഫാർ എന്നുള്ളതിൻ്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഈ 3 പേരുകൾക്കിടയിൽ ഇതിനെന്താ പ്രത്യേകത? ഒക്കെ പാപം പൊറുക്കുന്നു തന്നെയല്ലേ? ഇവനിപ്പോൾ എന്താ വേറെന്താ പ്രത്യേകത? വ്യത്യാസം എന്താ? അൽ ഗഫാർ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? എന്താണ് നിർബന്ധമായത്? ഗഫൂർ അല്ലാഹ് പാപം പൊറുക്കും, ഗാഫിർ അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഗഫാർ എന്ന ഫോർമാറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വസിൻ ഫഅൽ, അതിൻ്റെ സ്ട്രോങ് വാക്കാണ്. ഒരു സംഭവത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ വാക്കിനെയാണ് ഫഅൽ എന്ന ഫോർമാറ്റിൽ വരിക. അൽ ഗഫാർ, ഏറ്റവും നന്നായി പൊറുക്കുന്നവൻ. ഏത് മഹാപാപത്തിൻ്റെ മുമ്പിലും പടച്ചവൻ്റെ മുമ്പിൽ തൗബ ചെയ്ത് നന്നായി പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നും. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഗഫാർ എന്ന് പറഞ്ഞാൽ അതിൽ സതറ, പാപം മറച്ചു വെക്കലുണ്ട്,
പാപം പുറത്തു കൊടുക്കലുണ്ട്, അള്ളാഹു താല പാപത്തിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കി കൊടുക്കലുണ്ട്. ഇങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ അൽ ഗഫാർ എന്ന നാമം എന്ന് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഗഫൂർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 90-ലധികം സ്ഥലത്ത് വന്നിട്ടുമുണ്ട്. കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ പേര് വന്നിട്ടുള്ളത്, ഗഫാർ എന്ന് വന്നിട്ടുള്ളത്. എങ്കിൽ ഈ ഗഫാർ എന്നതുപോലെ ഫആൽ എന്ന വസിനിൽ വന്ന വേറൊരു പേര് പറയാൻ പറ്റുമോ? അതേപോലത്തെ പേര് ഗഫാർ എന്ന് പറയുന്ന ഫോർമാറ്റിൽ വന്ന വേറൊരു പേര് ഇല്ല. ഇതേപോലെ ഗഫാർ, ഫആൽ, പറഞ്ഞു അൽ ഖഹാർ, മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഖൈർ. ഇനിയുണ്ട് അൽ ജബ്ബാർ, ഇനിയുണ്ട് സത്താർ. സത്താറല്ല, അബ്ദുസത്താറാണ്. അബ്ദുസത്താർ, സത്താറിന്റെ മകൻ, അടിമ. അബ്ദുസത്താർ അള്ളാഹുവിന്റെ അടിമ, സത്താറിന്റെ അടിമ. അൽ വഹാബ് അല്ലേ? സിത്താറല്ല, സത്താറായിട്ട് വരിക. സിത്തർ എന്ന വാക്കിൽ നിന്നാണ് സത്താർ വരിക. അപ്പൊ ഇവിടെ ഈ നിലക്കുള്ള നാമങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി 99 നാമങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നർത്ഥം. അള്ളാഹു പാപം പൊറുക്കാൻ തയ്യാറാണ് എന്ന് മാത്രവുമല്ല, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു തആലയുടെ പ്രവാചകന്മാർ. വഅന അദ്ഊകും ഇലൽ അസീസിൽ ഗഫാർ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അസീസുൽ ഗഫാറിലേക്കാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, പശ്ചാത്തപിച്ചോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ എങ്ങനെങ്കിലും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക, അങ്ങനെ ഉണരുക, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നിട്ട് പറയാറുണ്ട്, ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഉറക്കുന്നൊക്കെ എഴുന്നേറ്റ് വരികയാണെങ്കിൽ അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചൊരിഞ്ഞിട്ട് പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ എന്ന പ്രാർത്ഥന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനം തഫ്സീറുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച് തന്നെ കൊടുക്കാറുണ്ട്. 4 ഗുണങ്ങളാണ് അള്ളാഹു പാപം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ കൊടുത്ത്. ഒന്നേതാണ് താബ, പശ്ചാത്തപിക്കുക. 2 ആമന, വിശ്വാസം ശരിപ്പെടുത്തുക. 3 ആയത്തിൽ തന്നെ ഉണ്ടല്ലോ, 3 വഅമില സ്വാലിഹ, സൽക്കർമ്മം ചെയ്യുക. 4 സുമ്മഹ്തദ, പിന്നെ സന്മാർഗത്തിലായി അടിയുറച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. മറ്റൊരു ഭാഗത്തേക്ക് പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗറാത്ത് സ്വീകരിക്കാൻ പോയതുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിലേക്ക് പതുക്കെ വരികയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ. ഒതുക്കി وما أعجلك عن قومك يا موسى قال هم أولئك على أثري قال هم أولئك على أثري وعجلت إليك وعجلت إليك ربي لترضى وعجلت إليك ربي لترضى قال فإنا قد فتنا قومك
قد فتنا قومك من بعدك قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفا فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي غضب من ربكم فأخلفتم موعدي ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. വമാ അഅ്ജലക വമാ എന്നിട്ടാണ്ട് മദ്ദുണ്ട്. വമാ അഅ്ജലക അഅ്ജലക അൻ ഖൗമിക യാ മൂസാ ഖാലഹും ഊലായി എന്ന് പറയേണ്ട ആ വാവ് അവിടെ സുക്കൂത്തായി സൈലൻ്റായിട്ട് ഉച്ചരിക്കുന്ന വാവാണ്. ഉലായി അലാ അഥരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക എന്നാണ് നമ്മൾ ഓതുമ്പോൾ മിൻ ബാധിക്ക ഒരു നൂനിനെ മീമാക്കി മാറ്റുക, ഒരു അക്ഷരത്തിനെ വേറെ അക്ഷരമാക്കി മാറ്റുക. അതിന് ഇഖ്ലാബ് എന്നാണ് നിയമത്തിന് പറയാം. മിൻ ബഅദിക വഅളല്ലഹുമുസ് സാമിരി فرجع موسى إلى قومه غضبان أسفا غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم അറദ്തും എന്ന് പറയണ്ട. ദാലും തായും ഏകദേശം ഒരേ സ്വരമുള്ള സംഭവങ്ങൾ വരുമ്പോൾ രണ്ടിനും കൂടി ഇദ്ഗാമാക്കി ഒറ്റ അക്ഷരമാക്കി കൂട്ടി ഓതാറുണ്ട്. അൻ അറദ്തും അൻ യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും എന്ന് പറയുന്നതിന് പകരം മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും മൗഇദി
فأخلفتم موعدي. ഒന്ന് ഒതുക്കി വമാ അഅ്ജലക മുതൽ ഒതുക്കി. وما أعجلك عن موسى لا'i على أثري. فرجع موسى إلى قومه ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ചുരുക്ക വിശദീകരണം നമുക്ക് നോക്കാം. മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലുകാരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഫിർഔനിൻ്റെ പതനത്തിനു ശേഷം ബനു ഇസ്രായേലിലെ അവരുടെ കൂടെയുള്ള സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബനു ഇസ്രായേലുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു വിഗ്രഹത്തെ പോലെ, ഒരു ആരാധ്യ വസ്തുവിനെ പോലെ ഞങ്ങൾക്ക് ചില ആരാധ്യന്മാർ വേണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിവരം കെട്ടവരെ, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ എന്ത് വിവരമില്ലാത്ത വിവേകമില്ലാത്ത ആൾക്കാരാണോ, എന്ത് വർത്താനാണ് നിങ്ങൾ ഇതെന്നൊക്കെ രക്ഷപ്പെട്ട് ഇവിടെ എത്തി നോക്കുമ്പോൾ അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കണമെന്ന് പറയാണോ? ഇന്ന ഹൗലാഇ മുതബ്ബറും മാഹും ഫീഹി വബാത്തിലും മാ കാനൂ യഅമലൂൻ, നിശ്ചയമായും വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ. ഈ ജനതയാകട്ടെ ഇവർ നിലകൊള്ളുന്ന മാർഗം നാശമടഞ്ഞതാണ്. അല്ലാഹുവല്ലാത്തവർ ആരാധിക്കുന്ന മാർഗം നാശമടഞ്ഞ മാർഗമാണ്. അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുക പോലുമില്ല. നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന രൂപത്തിൽ അവരോട് മൂസാ നബി സംസാരിക്കുന്നുണ്ട്. വവഅദഹു റബ്ബുഹു 30 ലൈലതൻ സുമ്മ അത്ബഅഹ 10. അങ്ങനെ 40 രാത്രികളും 40 ദിവസങ്ങളോളം ഒരു വാഗ്ദാനത്തിലാണ്. ആ വാഗ്ദാനം ഫതമ്മത 40 ലൈലതൻ യസൂമുഹ ലൈലൻ വനഹാറൻ. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ 40 ദിവസത്തോളം മൂസാ നബി പരമാവധി സമയം നോമ്പിലായിരുന്നു. അത് അൽ-ഫുതൂൻ ഹദീസിൽ വന്നിട്ടുണ്ട്. ഫസാറഅ മൂസ അലൈഹിസ്സലാം മുബാദിറൻ ഇല തൂരി, അങ്ങനെ തൂരി സീനാ പർവ്വതത്തിലേക്ക് വേഗതയിലായി കടന്നു പോവുകയാണ്. വസ്തഖലഫ അലാ ബനി ഇസ്രായീല അഖാഹു ഹാറൂൻ, തൻ്റെ സഹോദരനായ ഹാറൂൻ നബി കൂടെ ഉണ്ടായിരുന്നല്ലോ. ഹാറൂൻ നബിനോട് ബനു ഇസ്രായേലുകാരുടെ ചുമതല ഏൽപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയി തൗറാത്ത് സ്വീകരിക്കാനാണ് പോണത്. നല്ലൊരു കാര്യത്തിനാണ് പോണത്. അപ്പോൾ തന്നെ ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രതിനിധിയായിട്ട് ഹാറൂൻ നബിനെ നിശ്ചയിക്കുകയാണ്. ഇനി ഞാൻ പോവുകയാണ്, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം, അവരെ നോക്കണം, ഒരു അമീറിനെ കൊടുക്കണം. നമുക്കൊക്കെ പല സ്ഥാനങ്ങളുണ്ടാകും, പല പോസ്റ്റുകളുണ്ടാവും. നമ്മൾക്ക് പല മതപരമായതോ രാഷ്ട്രീയമായതോ സാമുദായികമായോ പല രംഗത്തും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ നാട് മാറിപ്പോകുന്നു, ശാഖ മാറിപ്പോകുന്നു, ജോലി മാറിപ്പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ഞാൻ പോയാൽ എൻ്റെ ഈ ഉത്തരവാദിത്വം ആര് ചെയ്യും? അവിടെയാണ് നമുക്ക് ഈ ഒരു ഹദീസ്, ഈ ഒരു സംഭവം ഫുതൂൻ ഹദീസ് പഠിപ്പിക്കുന്നത്. മൂസാ നബി ഈ ഒരു കാര്യത്തിന് പോകുമ്പോൾ അവിടെ നാഥനില്ലാതെയല്ല പറഞ്ഞയച്ചത്. ഹാറൂൻ നബിയെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടാണ് ആ സ്ഥലത്തേക്ക് 40 ദിവസം കഴിഞ്ഞിട്ട് പോണത്. അങ്ങനെ പോകുന്നു. വലിഹാദാ ഖാല തആല, അപ്പോഴാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, വമാ അഅ്ജലക, നിന്നെ എന്താണ് ഇത്ര ധൃതിപ്പെടുത്തുന്ന കാര്യം? അൻ ഖൗമിക, നിന്റെ ജനങ്ങളെ വിട്ട് ഇങ്ങോട്ട് പോരാൻ. യാ മൂസ, അല്ലയോ മൂസ, എന്തിനാണ് ഇങ്ങനെ തിരക്കിട്ട് ഇത്രയും വേഗത്തിൽ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാണ്? ഖാല ഹും ഉലായി അലാ അസരി, അത് മൂസാ നബി പറഞ്ഞു, അവര് ഉലായി, അവർ അക്കൂട്ടർ, അലാ അസരി, എൻ്റെ പിന്നിൽ, എൻ്റെ അടുത്തുണ്ട്. ഞാൻ അങ്ങനെ ഒഴിവാക്കി പോന്നിട്ടൊന്നുമില്ല, അവരെൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ.
വഅജിൽതു ഇലൈക, എന്നാൽ ഞാൻ റബ്ബേ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വരാനുള്ള കാരണം റബ്ബി, എൻ്റെ റബ്ബേ, ലിതർള, നീ എന്നെ തൃപ്തിപ്പെടാനും നീ എന്നെ ഇഷ്ടപ്പെടാനും വേണ്ടിയാണ് ഞാനിങ്ങനെ വരുന്നത്. ഈ ഹദീസിന്റെ ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കും, ഖാദിമൂന യൻസിലൂന ഖരീബൻ മിനത്തൂർ ലിതസ്ദാദ അന്നി ജിളൻ, പടച്ചവനെ എന്നെക്കുറിച്ച് നീ ഇഷ്ടപ്പെടുന്നവനാകണം, എനിക്ക് നിന്റെ ഇഷ്ടം കിട്ടണം റബ്ബേ, നിന്റെ റിള കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും വരുന്നത്, അടുത്തേക്ക് വരുന്നത്. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നാ, എന്നാൽ തീർച്ചയായും നാം, ഖദ് ഫതന്ന, തീർച്ചയായും നാം പരീക്ഷിച്ചിരിക്കുന്നു. ഫിത്തിന, പരീക്ഷണം എന്നാണ്. ഫതന്ന എന്ന് പറഞ്ഞാൽ നാം പരീക്ഷിച്ചിരിക്കുന്നു. ഖൗമക, നിന്റെ ആ കൗമിനെ, ഇപ്പൊ നിങ്ങൾ ഹാറൂൻ നബിയെ ഏൽപ്പിച്ചു പോന്ന ആ കൗമിന് നാം ഒരു പരീക്ഷണം ഇട്ടുകൊടുത്തിരിക്കുന്നു. മിൻ ബഅദിക, നിന്റെ ശേഷം, അഥവാ നീ അവിടുന്ന് പോന്നതിന് ശേഷം. എന്താ അവിടെ ഉണ്ടായത്? സാമിരി എന്ന ഒരു വ്യക്തി അവരെ അളല്ല, വഴിപിഴപ്പിച്ചിരിക്കുന്നു. എന്തൊരു കാര്യമാണോ മൂസ നീ പേടിച്ചത്, അവരിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നുള്ള പേടിണ്ടായിരുന്നില്ലേ, എങ്കിൽ അതുപോലും അവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരു പ്രവാചകൻ കുറച്ചു കാലത്തേക്കൊന്ന് മാറിയപ്പോൾ ഒരു നാട്ടിലെ ഒരു ജനതയിൽ വിഗ്രഹാരാധന, പശുക്കുട്ടിനെ ആരാധിക്കുന്ന രംഗമുണ്ടായെങ്കിൽ ഞാനും നിങ്ങളൊരു 10 കൊല്ലം വഅദുമില്ല, ദഅവത്തുമില്ല, ഇസ്ലാമുമില്ല, പള്ളിയില്ലാതെ ഒഴിഞ്ഞ് നടന്നാൽ എന്തായിരിക്കും ഒരു നാടിന്റെ മഹലിന്റെ അവസ്ഥ? എത്ര വലിയ കാര്യമായിട്ടാണ് അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. കുറഞ്ഞ കാലത്ത്, ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുള്ള കാലത്ത് അത്തരം അബദ്ധങ്ങൾ, വലിയ വലിയ ഫിത്നകൾ സംഭവിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്ര ഗൗരവത്തോടെ കാണേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ഉത്ബോധനങ്ങളില്ല, വസിയാത്തുകളില്ല, ക്ലാസ്സുകളില്ല, ഉത്ബോധന തദ്കിറാത്തുകൾ നടക്കണില്ലെങ്കിൽ നമ്മളൊക്കെ പിഴക്കാൻ എവിടെയെങ്കിലും പോണോ? ആ കൗമിനെ വലിയ ഒരു ഫിത്നയിൽ അകപ്പെട്ടു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വഇബാദത്തുഹുമുൽ ഇജ്ലല്ലദീ അമലഹു ലഹും ദാലിക സാമിരി. സാമിരി എന്ന് പറയുന്ന വ്യക്തി ഒരു പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് സ്വർണം പൂശി ആരാധിക്കാൻ തുടങ്ങി. അന്നഹു കാന ഇസ്മുഹു ഹാറൂൻ വകതബല്ലാഹു തആല ഫി ഹാദിഹിൽ മുദ്ദത്തിൽ അൽവാഹിൽ മുതളമ്മിന ലിത്തൗറാത്തി. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു പോരുന്നിടത്ത് പല സംഭവങ്ങൾ കാണാൻ സാധിക്കും. ആ നിലക്ക് മൂസാ നബി അലൈഹിസ്സലാമിന് ഈ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രംഗം കേൾക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലുണ്ടായ വികാരം എന്തായിരുന്നു? തൻ്റെ കൗമിൽ ഒരു തിന്മ, തൻ്റെ കൗമിൽ ഒരു വിഗ്രഹാരാധന ഒരുത്തൻ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ മൂസാ നബിൻ്റെ മനസ്സിലുണ്ടായ വികാര പ്രക്ഷോഭം എന്തായിരുന്നു? അടുത്ത ആയത്തിൽ നോക്ക്. ഫറജഅ മൂസാ ഇലാ ഖൗമിഹി ഗളബാന അസിഫാ قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. ഒരു ദീർഘമായ ഒരു ആയത്താണ്, ശ്രദ്ധിച്ചോദിക്കോളൂ. فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. അപ്പോൾ പ്രവാചകന്മാരുടെ മാനസികാവസ്ഥ വിശദീകരിക്കാൻ പറ്റുന്നൊരു സംഭവം. ഫറജഅ മൂസ, ഇത് കേട്ടേക്ക് മൂസാ നബി വേഗത്തിൽ അവിടുന്ന് തിരിച്ചു മടങ്ങിപ്പോന്നു. ഇലാ ഖൗമിഹി, തൻ്റെ ജനങ്ങളിലേക്ക്. എങ്ങനെ? 2 വികാരങ്ങളാണ് മനസ്സിൽ. ഒന്ന് ഗളബാന, എന്താ ഗളബ്? ദേഷ്യത്തിലാണ്. ദേഷ്യം പിടിക്കാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെതിരായി ഒരു മനുഷ്യൻ ചെയ്യുന്ന കാണുമ്പോൾ ദേഷ്യം മനസ്സിൽ വരണം.
അതിനർത്ഥം പോയി അക്രമാസക്തനാവണമെന്നൊന്നും ഇതിനർത്ഥമല്ല. മനസ്സിലൊരു രോഷം വന്നു. ഇത്ര കുറഞ്ഞ ഒരു കാലത്തിനുള്ളിൽ ഞാനൊന്ന് മാറി നിന്നപ്പോഴത്തേക്ക് അവർ വിഗ്രഹാരാധന നടത്തിയോ എന്ന ഗൾബാനിലായി. ആസിഫൻ, നിരാശയിലും ദുഃഖത്താലുമാണ് മടങ്ങിയത്. തൻ്റെ ഖൗമിൽ ഒരു തിന്മ സംഭവിക്കുമ്പോൾ ദേഷ്യമുണ്ട്, സങ്കടമുണ്ട് മൂസാ നബിക്ക്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു തിന്മ നടക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവാറുള്ളത്? നമുക്ക് ഗൾബാനാകാൻ കഴിയുന്നുണ്ടോ? ആസിഫ എന്ന വികാരം വരുന്നുണ്ടോ? ഒരു സങ്കടം വരുന്നുണ്ടോ? ഈ തിന്മകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമം നമുക്ക് വരാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഗൾബാന ആസിഫ, ദേഷ്യത്താലും സങ്കടത്താലും മടങ്ങി, ജസ്അൻ, അസ്വസ്ഥനായിക്കൊണ്ട്, ഹസീനൻ, ദുഃഖിതനായിക്കൊണ്ട്, അലാമാ സനഅ ഖൗമുഹു മിൻ ബഅദിഹി, തൻ്റെ ശേഷം ആ ഖൗമ് ചെയ്തു കൂട്ടിയ വലിയൊരു അബദ്ധത്തിനെ കുറിച്ച്. അവിടെ എത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, ഖാല യാ ഖൗമി, അല്ല ജനങ്ങളെ, അലം യഇദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയില്ലേ, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, വഅദൻ ഹസന, ഏറ്റവും മികച്ച വാഗ്ദാനം, നല്ലപോലെ ജീവിച്ച് സ്വർഗം തരാൻ നിങ്ങളെ റബ്ബ് പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ആ വാഗ്ദാനം ലംഘിക്കുന്നത്? അഫത്വാല അലൈക്കുമുൽ അഹ്ദു, അഫത്വാല, ദീർഘിച്ചുപോയോ, അലൈക്കും, നിങ്ങൾക്ക്, അല്ലഹദു, കാലം. എന്തേ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് ജീവിച്ച് ഈ ആശയം മടുത്തുപോയോ? നിങ്ങൾ എന്തേ അള്ളാഹുവിനോടുള്ള വാഗ്ദാനത്തിൽ എന്തേ സുദീർഘമായൊരു കാലം കഴിഞ്ഞു പോയോ? അം അറത്തും, അല്ല നിങ്ങൾ ഉദ്ദേശിക്കാണോ, അലൈക്കും, നിങ്ങളുടെ മേൽ ഇറങ്ങണമെന്ന്, ഓലബും മിർ റബ്ബിക്കും, അള്ളാന്റെ, നിങ്ങളുടെ റബ്ബിന്റെ ദേഷ്യം, കോപക്ക്, ശിക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഫഅഖ്ലഫ്തും, നിങ്ങൾ പിറകോട്ട് പോയിരിക്കുന്നു, നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണോ മൗഇദി, എൻ്റെ നിശ്ചയത്തെ, എൻ്റെ വാഗ്ദാനത്തെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പഠിപ്പിച്ച നന്മകളെ നിങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ പോകാണോ? മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ശിർക്ക് എത്ര പെട്ടെന്ന് വരുന്നുള്ളതിൻ്റെ ഗൗരവമായ വാക്കാണിത്. സാമിരി പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് അവർക്കിടയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. അൻ ഖുദ്റത്തിനാ വഇഖ്തിയാരിനാ ثم شرعوا يعتذرون بالعذر البارد يخبرونه عن تورعهم عما كان بأيديهم من حلي القبط الذي كانوا قد استعاروه منهم حين خرجوا من مصر فقذفناها. അവർ പല ഉദറുകൾ പറയണത്, ഞങ്ങൾ അങ്ങനെ ഓൻ ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്തു പോയതാണ്, അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയതാണ്, അത് അങ്ങനെ ഒരു സമയത്ത് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഉദറ് പറഞ്ഞു നോക്കുന്നുണ്ട് മൂസാ നബിനോട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, എന്തു തന്നെ പറഞ്ഞാലും ഇത് ചെറുതല്ല, ഇത് അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുക എന്ന മഹാശിർക്കിലാണ്. ഇതൊരിക്കലും നമുക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, ഹാറൂൻ നബി അലൈഹിസ്സലാം ആ ഖൗമിനെ ഒരുപാട് തിരുത്താൻ നോക്കി, അവർ സന്നദ്ധരാകണില്ല. അങ്ങനെ തിരിച്ചു വരേണ്ട അമ്മത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ താടിക്ക് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, യബ്ന ഉമ്മ, അല്ല എൻ്റെ ഉമ്മാന്റെ മോനെ, എൻ്റെ സഹോദര, എടാ നീ ഇവിടെ ഉണ്ടായിട്ട് നീ തടുത്തില്ലേ എന്നുള്ള രൂപത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട്. അത്ര വരെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു വികാരത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കാം. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു പോകുന്ന മനുഷ്യർ ഏത് രൂപത്തിലും പ്രതീക്ഷിക്കണം ഷിർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെയും കടന്നു വരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞല്ലോ, യാ അബാ ബക്കർ ലശ്ശിർകു ഫീകും മഖ്ഫാ മിൻ ദബീബിൻ നംലി, ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ നിസാരമായി നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ ഷിർക്ക്, ഉറുമ്പ് വരുന്നത് ആരെങ്കിലും അറിയോ? എന്തെങ്കിലും സൗണ്ട് ഉണ്ടാകൂ, എന്തെങ്കിലും സൂചന ഉണ്ടാകൂ? ഒന്നുമില്ലാതെ അതിനേക്കാൾ കോപ്യമായി വല്ലദീ നഫ്സി ബിയദി ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംലി, ഉറുമ്പിന്റെ സഞ്ചാരത്തേക്കാൾ കോപ്യമായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് കേറിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു.
പുസ്തകത്തിലെ 180 പേജിലെ പ്രാർത്ഥന ഉണ്ട്, കാണാതെ പഠിക്കണം. നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്. ചെറുതും വലുതുമായ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന അതുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പറയണമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. ഹർക്കത്ത് അറിയാത്തവരുണ്ടെങ്കിൽ ഹർക്കത്ത് ഇട്ടത് എഴുതി വെക്കണം. പുസ്തകം എല്ലാവരും മേടിച്ചോണ്ടിരിക്കണം. ഒറ്റ ആളെ മുമ്പിൽ പുസ്തകം ഇല്ല കേട്ടോ, പണിഷ്മെന്റ് വരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് കാവല് ചോദിക്കുകയാണ്. വസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുക. ലിമാ ലാ അഅലമു, ഞാൻ അറിയാതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞോ ചെയ്തോ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ എന്ന പ്രാർത്ഥന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ചെറുതും വലുതുമായ ഒരു ശിർക്കും നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാൻ അതീവ ജാഗ്രതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു നാം പഠിച്ച അറിവിനെ ഉപകാരമുള്ള അറിവാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ജില്ലയിലും മലബാറിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ വിവാഹരംഗത്തുള്ള ധൂർത്തും പൊങ്ങച്ചവും ആഭാസങ്ങളുമൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിവാഹം ആഭാസമല്ല, പവിത്രമാണ് എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടെ ത്രൈമാസ ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലക്ക് ജനുവരി മാസം, ഈ മാസത്തിൻ്റെ 29-ാം തീയതി തിങ്കളാഴ്ച 4:30 മണിക്ക് കണ്ണൂർ അവിടുത്തെ സ്റ്റേഡിയം കോർണർ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ നമ്മുടെ രാഷ്ട്രീയ പൗര പ്രമുഖന്മാരടക്കം പങ്കെടുക്കുന്ന ഒരു വലിയ സദസ്സ് ആലോചനയുണ്ട്. അതിൻ്റെതായ പോസ്റ്ററുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും. എല്ലാവരും നന്നായി വളരെ താല്പര്യപൂർവ്വം അതിലേക്ക് പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനും വേണ്ടി നല്ലൊരു ശ്രമങ്ങളുണ്ടാവണം. തുടർന്ന് വരുന്ന അതിൻ്റെ ക്യാമ്പയിനിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അതിൻ്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ സഹോദരൻ ഷുഐബിൻ്റെ വിവാഹ സുദിനമാണ്, നിക്കാഹിൻ്റെ ദിവസമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ മനോഹരമായ ഖൈറായ ബറക്കത്തുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ അതിൽ പങ്കെടുക്കേണ്ടവരാണ്. നമുക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പര സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ നല്ല ഒരു മാതൃകാ ജീവിതത്തെ നമുക്ക് നൽകുകയും നല്ല കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരു സാമൂഹിക സൃഷ്ടിക്കു വേണ്ടി അധ്വാനിക്കുന്നവരായി, നല്ല മുഅ്മിനുകളായി, മുസ്ലിഹുകളായി അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ കരുണ കാണിക്കണമേ. അള്ളാഹുവേ, രോഗികൾക്ക് ശിഫ നൽകണമേ. മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, വരുമാനങ്ങളിൽ, എല്ലാ മാർഗങ്ങളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങൾ ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ചു നൽകണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.